പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ലോകകപ്പിൽ ഏറ്റവും വിമർശനം കേട്ട ഒന്നായിരുന്നു ഇന്ത്യയുടെ ഫീൽഡിങ്. പക്ഷേ ഇന്നലത്തെ സത്യത്തിൽ ആ മത്സരം വിജയിപ്പിച്ചതിൽ ആ, ഇന്ത്യയുടെ ഫീൽഡിങ്ങിന് വലിയ പങ്ക്. പ്രത്യേകിച്ചും അക്സർ പട്ടേലിൻ്റെ 2 ക്യാച്ചുകൾ. ഒന്ന് ഹരി ബ്രൂക്കിൻ്റെ ക്യാച്ചായിരുന്നു. അതും ഒരു ഏറെക്കുറെ ഇമ്പോസിബിൾ ആയ ക്യാച്ചാണ്. കാരണം തിരിഞ്ഞോടിയിട്ട് ക്യാച്ച് പിടിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു പണ്ട് ഇതാണ്. കപിൽ ദേവ് കപിൽ 1983 അതെ, ചെയ്തൊരു അതെ. ഓർമ്മ. വിവർ റിച്ചാർഡ്സിൻ്റെ അതെ, ക്യാച്ചാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുപോലൊരു ക്യാച്ച് അതെ. അക്സർ അത് ഗംഭീരമായ ഒരു ക്യാച്ച് എടുത്തു. പിന്നെ നിർണായക സമയത്ത് വീണ്ടും ഒരു ക്യാച്ച് കൂടി എടുക്കുന്നുണ്ട്. അത് ആ ബൗണ്ടറി ലൈനിൽ നിന്ന് അരികെ പോയിട്ട് തട്ടി ശിവൻ ദുബെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ ആ 2 ക്യാച്ചുകൾ കൂടി എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ ഭയങ്കര നിർണായകം തോന്നുന്നു. ഇംഗ്ലണ്ടിനാണെങ്കിൽ അവർ ആ മത്സരം ഹരിബൂക്കൻ ആ. എന്നല്ല വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ക്യാച്ച് വിട്ടത് വലിയ അബദ്ധമായി എന്ന് പറയുന്നത്. എന്താണ് ഒരു ഫീൽഡ് പെർഫോമൻസ് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താ പറയുക, ക്യാച്ചസ് വിൻസ് യു മാച്ചസ് എന്നാണ് പറയുന്നത്. നമുക്ക് 2024 ഫൈനൽസിൽ നമുക്കറിയാവുന്നതാണ്. സൂര്യകുമാർ. അതെ, സൂര്യകുമാർ ആയിരുന്നു. നമുക്കൊരു ജയിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്തൊരു ഒരു മാച്ചായിരുന്നു അന്ന്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഈ ഹാരി ബ്രൂക്ക് മിസ് ചെയ്തൊരു സഞ്ജുവിൻ്റെ ക്യാച്ച്. നമുക്ക് ഹാരി ബ്രൂക്കിൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും അവിടെ അന്ന് ആ ഒരു ക്യാച്ച് മിസ് ചെയ്തതോടെ പുള്ളിക്കാരൻ്റെ ഫുൾ കോൺഫിഡൻസും പോയി. കാരണം അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ബോളിംഗ് സെറ്റപ്പിലായാലും പുള്ളിക്കാരൻ തന്നെ ഒരുപാട് ക്യാച്ചസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മിസ് ഫീൽഡ് സംഭവിച്ചു. ബോളിംഗ് ചേഞ്ചസ് ശരിക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല. ബാറ്റിങ്ങിലും അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഡ്യൂ സിറ്റുവേഷനിൽ നമുക്ക് ക്യാച്ചസും ഫീൽഡിങ് ചെയ്യാൻ വളരെ പാടാണ്. ആ ഒരു സിറ്റുവേഷനിൽ വരെ ഇന്ത്യ വളരെ നന്നായി പോയി. ആ ക്യാച്ച് അക്സർ പട്ടേൽ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാച്ചും അത് നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു.